പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രത്യേകിച്ച് ഞാൻ പ്രീ കെ ജിന് തുടങ്ങുകയാണേ. പ്രീ കെ ജി, എൽ കെ ജി, യു കെ ജി, അങ്ങനെ 12th വരെയുള്ള കുട്ടികളുണ്ട്. അതിന് മുകളിലുള്ളവരും കുട്ടികളല്ലാതെ ചിന്തിക്കുന്നില്ല. ഇനി സീ ദർ ഇസ് എ ട്രീ, ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ഒരമ്മയെന്നോ അച്ഛനെന്നോ വിളിക്കുന്നത് തെറ്റില്ല. ഒരു ചെറിയ ആഞ്ഞിലി കുരുവിനകത്ത് വലിയൊരു ആഞ്ഞിലി മരമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കണം. അതുകൊണ്ട് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. എല്ലാവർക്കും പച്ചിപ്പിൻ്റെ ആശംസകൾ നേരുക. ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ 2 പ്രധാന കാരണങ്ങളാണ്. ഒന്ന് സൂര്യൻ, 2 ഭൂമി ആകുന്ന ജൈവ വൈവിധ്യം. ഇതിൽ പഞ്ചഭൂതങ്ങളിലേക്കൊക്കെ പോകാം. ഭൂമിയിൽ നമുക്ക് സസ്യങ്ങൾ, വെള്ളം, വായു, അഗ്നി, ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ചേരുന്നുണ്ട്. ഇതാണ് ഭൂമി. ഈ ഭൂമിയെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്തുന്നതും നമുക്ക് ശ്വാസത്തിന് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന, അത് തന്നെ വാക്ക്, ആഹരിക്കുന്ന ഓക്സിജൻ നൽകുന്നത് നമ്മുടെ ചെടികളാണ്, നമ്മുടെ വൃക്ഷങ്ങളാണ്. അത് പെട്ടെന്ന് ഒന്നൊരാശയം പറയാം. ആഴത്തിൽ വേര് ഊന്നിപ്പോകുന്ന മരം ചെറിയ കാറ്റത്തോ വലിയ കാറ്റത്തോ ഒടിഞ്ഞ് വീഴുകയില്ല. മുള പുല്ലിൻ്റെ ഗണത്തിലാണ്. എത്ര കാറ്റടിച്ചാലും മുള ഒടിയില്ല. ഇത് വളഞ്ഞ് വരും, തിരിച്ച് അതുപോലെ വരും. ഇതൊക്കെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. 2, ഉണക്ക് കാലങ്ങളിൽ വലിയ മരങ്ങൾക്ക് എന്താ വെള്ളം ഒഴിക്കാത്ത? അതുകൂടൊന്ന് ആലോചിച്ചു കൊള്ളണം. വെള്ളം ഒഴിക്കാത്തത്, ഇവർ വെള്ളം തേടി മരം അതിൻ്റെ വേര് താഴോട്ട് വിടും. അത്രത്തോളം താഴോട്ട് പോകുമ്പം കൊടുങ്കാറ്റ് വന്നാലും ഈ മരം പോകില്ല. കാരണം അതിൻ്റെ വേരടിയിലാണ്. ഇത് തന്നെയാണ് മനുഷ്യജീവിതം. ഇതൊക്കെ തന്നെയാണ്. ആഴത്തിൽ വേരൂന്നിയ ജീവിതം ഒരിക്കലും പെട്ടെന്ന് പാളിപ്പോകില്ല. അപ്പോൾ ഇന്ന് എൻ്റെ കൊച്ചു കൂട്ടുകാരെന്ത് ചെയ്യണം എന്നറിയാമോ? പ്രീ കെ ജി പഠിപ്പിക്കുന്ന അധ്യാപകർ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ കൊച്ചു കുട്ടിയെ കൊണ്ട് സ്കൂളിൻ്റെ കോമ്പൗണ്ടിലോ റോഡിൻ്റെ വശത്തോ ചെറിയ മരങ്ങൾ നടിയിപ്പിക്കണം. എന്നിട്ട് അവർക്ക് ആ കുഞ്ഞുങ്ങളുടെ പേര് തന്നെ കൊടുക്കട്ടെ. ഇപ്പം ജൂൺ ജൂലൈ മാസത്തിൽ ഈ മരങ്ങൾക്കൊന്നും വെള്ളം ഒഴിക്കേണ്ട. അപ്പം വെള്ളം ഒഴിക്കേണ്ടാത്തത് കൊണ്ട് അതിനെ കളയരുത്. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയും വെള്ളം ഒഴിക്കേണ്ടി വരത്തില്ല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ പോക്കനുസരിച്ച്. ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ ഒരല്പ വെള്ളം വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ഒക്കെ കൊണ്ടുവന്ന് ഈ ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കുക. അതിനൊരു സഹായകമാവും. വെറുതെ നമ്മുടെ മുറ്റത്ത് ഇരിക്കുന്ന ഒരു മരവും വെട്ടിക്കളയരുത്, ഒരു ചെടിയും നശിപ്പിക്കരുത്. നമ്മുടെ വീടിനോ അല്ലെങ്കിൽ നമ്മുടെ മതിലിനോ അല്ലെങ്കിൽ അയലത്തുകാർക്കോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വരുന്ന ആ കമ്പിക്കോ തടസ്സമാകുന്നെങ്കിൽ മാത്രമേ വെട്ടിക്കളയാവൂ. കാരണം ഓരോ ചെടിയും ജീവൻ്റെ അംശമാണ്. അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. കാവ് തീണ്ടരുത് എന്ന് പണ്ട് പഴമക്കാരൊക്കെ പറയാറ്. കാവിൽ കയറാൻ പാടില്ല. ഇനിയും നമുക്ക് മറ്റൊരു ഭാരതത്തിന് നല്ലൊരു പാരമ്പര്യമുണ്ട്. ഒരു മരം വെട്ടണമെങ്കിൽ ആ മരത്തിൻ്റെ അനുവാദം ചോദിക്കണമായിരുന്നു. മരത്തിൻ്റെ മുമ്പിൽ വിളക്ക് വെച്ച് കത്തിച്ച് അതിൽ നിന്ന് അതിൻ്റെ അനുവാദം ചോദിച്ച് മാത്രമേ മരം വെട്ടാവൂ. മറ്റൊരു ചിന്ത കൂടെ ഉണ്ടായിരുന്നു. ഒരു മരം വെട്ടുമ്പോൾ നിങ്ങളൊരു 10 മരം അടുത്ത് നടണം. ഇതൊക്കെ ആരെന്ന് പാലിക്കുന്നുണ്ട്? നിങ്ങൾ ചാരെന്ന് പറയപ്പെടുന്നൊരു ഒരു വൃക്ഷത്തെ കണ്ടിട്ടുണ്ടോ? അതിൽ കയറുകയോ അതിനടുത്ത് ചാരിയിരിക്കുകയോ ചെയ്താൽ നമുക്ക് ചൊറിയും ശരീരം. അത് നമ്മുടെ ചൊറിഞ്ഞ് തടുക്കും. ഇനിയും കുഞ്ഞുങ്ങൾ, ബയോളജി പഠിക്കുന്ന ടീച്ചർമാർ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, മെഡിസിനൽ പ്ലാന്റ്സ് ഒത്തിരിയുണ്ട്. നിങ്ങളുടെ കൊച്ചു സ്കൂളിൽ, അല്ല വലിയ സ്കൂളായിക്കോട്ടെ, പ്രിൻസിപ്പലിനോടോ HMനോടോ ചോദിച്ചിട്ട് കുറേ മെഡിസിനൽ പ്ലാന്റ്സ് നിങ്ങൾക്കവിടെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ അത് ചെടിച്ചട്ടിക്കകത്ത്, ചെടിച്ചട്ടിയാണ് നല്ലത്, പ്ലാസ്റ്റിക് അല്ല, ചെടിച്ചട്ടിക്കകത്ത്, അതിനകത്ത് അതിൻ്റെ ശാസ്ത്രീയ നാമം. അപ്പം നമ്മുടെ തുളസി എടുത്താൽ തുളസിയുടെ ശാസ്ത്രീയ നാമം ബയോളജി ടീച്ചർ ചോദിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറി സയൻറ്റിഫിക് നെയിം അത് ചോദിച്ച് അതിലെഴുതി വെക്കുക. അത് എഴുതി വെച്ചാൽ മാത്രം പോരാ. ഇതാരാണ് കൊണ്ടുവന്നത്? ഈ തുളസി ചെടി ആരാണ് കൊണ്ടുവന്നത്? സുമതി എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും താഴെ ഒരു ചെറിയ ബോർഡിൽ ഗിവൺ ടു ദ സ്കൂൾ ബൈ തുളസി അല്ലെങ്കിൽ സുമതി
സുമതിയാണ് ഇത് തന്നത് എന്ന് എഴുതി വെച്ചേക്ക്. അങ്ങനെ ഇരിക്കട്ടെ, 3-4 കൊല്ലം ഇരിക്കട്ടെ. ഇന്ന് പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ളൊരു സംഭവം ഇതാണ്. ടീച്ചർമാരുടെ ഇനിഷ്യേറ്റീവോട് ചെയ്യാൻ നമുക്ക് പരിസ്ഥിതി ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ, നാച്ചുറൽ ക്ലബ്ബൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരുപാട് മരങ്ങളുണ്ട്, ഒത്തിരി മരങ്ങളുണ്ട്. ഈ മരങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒന്ന് കണ്ടെത്തിയിട്ട് ആ മരങ്ങളുടെ ശാസ്ത്രീയ നാമം അതിൽ ആണിയടിച്ച് വെക്കരുത്, അതിൽ കെട്ടി തൂക്കിയിടണം. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി അതുവഴി നടന്നു പോകുമ്പോൾ ഇതെന്താണ് എന്ന് ഒന്ന് വായിക്കാനുള്ള ഒരു കൗതുകം ഉണ്ടാവും. ഏതും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. ഈ 5 ഇന്ദ്രിയങ്ങളെയും ഉദ്ദീപിപ്പിക്കുക. ചില മണങ്ങൾ നമുക്ക് ഇഷ്ടം, മുല്ലപ്പൂവിൻ്റെ അല്ലെങ്കിൽ പാല പൂക്കുന്നതിൻ്റെ, ഇതൊക്കെ കണ്ണുകൊണ്ടല്ല നമ്മൾ കാണുന്നത്, മണത്തിരുന്നാണ് പെട്ടെന്ന് ഗ്രഹിക്കുന്നത്. നല്ലൊരു കുളിർകാറ്റ് വരുന്നു, നമ്മളത് മണമോ ഇല്ല അല്ലെങ്കിൽ മറ്റൊന്നുമില്ല, നമ്മുടെ ത്വക്കാണ്, നമ്മുടെ ശരീരത്തിലെ തൊലിയാണ് അതിനെ പ്രത്യേകം മനസ്സിലാക്കുക. എത്ര നല്ല ഭക്ഷണം വെച്ചാലും ആ ഭക്ഷണത്തിൻ്റെ രുചിയുണ്ടെങ്കിൽ നാവാണ് അതിനെ തിരിച്ചറിയുന്നത്. ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പം ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഒരു കാഴ്ച പോലെ കാണാൻ സാധിക്കുന്നെങ്കിൽ ആ കുഞ്ഞ് ഒന്ന് വായിച്ചോട്ടെ. അപ്പോൾ ഇതിന് നമ്മുടെ 8 മുതലുള്ള ക്ലാസ്സിലെ കുട്ടികൾ അല്ലെ 5 മുതലുള്ള ക്ലാസ്സിലെ കുട്ടികൾ പ്രത്യേകം നേതൃത്വം എടുത്തിട്ട് ഞങ്ങളിത് ചെയ്യാം. ഇത് BEd കോളേജിലും TTC കോളേജിലും MEd കോളേജിലും ഒക്കെ ചെയ്യാവുന്നതാണ്. ചെയ്ത ഒരുപാട് കോളേജും സ്കൂളും ഞാൻ കണ്ടിട്ടുണ്ട്. കുറഞ്ഞൊരു 10-200 സ്കൂളുകളെങ്കിലും ഒരു വർഷം എനിക്ക് പോകാനുള്ള ഭാഗ്യം ഈശ്വരൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെന്ന് ആദ്യം നോക്കുന്നത് ഇതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അപ്പം കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത്, നമ്മുടെ വീട്ടിലൊക്കെ ഈ പ്ലാവ്, മാവ് ഒക്കെ ചെറുതായിട്ടൊക്കെ വളർന്നു വരുന്നുണ്ടാകാം. ഒരു പക്ഷേ ഇന്നലെ ഇലക്ഷൻ്റെ തിരക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്നലെ ഞാനത് പറഞ്ഞിരുന്നത് ഇന്ന് ചിലരൊക്കെ ഇന്ന് ചെടി കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ തന്നെ ഇന്ന് സർക്കാർ വനം വകുപ്പിൻ്റെ സഹായത്തോടുകൂടി ചെടികളൊക്കെ നൽകും. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണം. വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ ചെടി വളരാൻ ആവശ്യത്തിന് പ്രകാശം കിട്ടുന്നൊരു സ്ഥലത്ത് അതിനെ നിങ്ങൾക്ക് നടാൻ സാധിക്കട്ടെ. നട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുപോലും മരിച്ചുപോയ അപ്പൂപ്പൻ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പം ചെടിക്ക് പേരിടാൻ വേണ്ടി അപ്പൂപ്പനെ അമ്മൂമ്മയും കൊല്ലുമൊന്നും വേണ്ട, ഒരു മരിക്കിട്ടെന്ന് പ്രാർത്ഥിക്കുകയും വേണ്ട. അപ്പൂപ്പൻ്റെ പേരൊക്കെ ഇട്ട്, അല്ല നിങ്ങളുടെ പേരിട്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേരിട്ട്, എടേ ലില്ലി നിൻ്റെ പേരിൽ ഞാനൊരു ചെടി നടുന്നുണ്ട്, എടാ സന്തോഷം നിൻ്റെ പേര് ഞാനൊരു ചെടി നടുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് ഒത്തിരി നന്മകൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ മനുഷ്യ ശരീരത്തിലും മനുഷ്യ മനസ്സിലും ഏറ്റവും രൂഢമൂലമായിരിക്കുന്ന അടിസ്ഥാനമായിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ അടിസ്ഥാനത്തിൽ നല്ല മനുഷ്യരാണ്. നന്മയുടെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഈ നന്മയുടെ ചിന്ത മാംസം ധരിച്ച് ഇരിക്കുന്ന ഒരു രൂപമാണ് മനുഷ്യൻ. അപ്പോൾ ഈ മനുഷ്യനിലെ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ക്ലാസ് റൂം പച്ചയാക്കാമെന്ന് പറഞ്ഞപ്പം പലരും അതിനകത്തൊരു വർഗീയത കൊണ്ടുവന്നു. ക്ലാസ്സിലെ ബോർഡ് പച്ചയാക്കാം എന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, അതൊരു മുസ്ലിം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, എന്നുകൊണ്ട് അതിൻ്റെ ഒരു പേര് മറന്നുപോയി. അപ്പോൾ ശരിക്കും പച്ച ആക്കുന്നത് വർഗീയതയല്ല, അതൊക്കെ ഭയങ്കര തെറ്റിദ്ധാരണയാണ്. അത് പച്ച എന്നത് എപ്പോഴും കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് നല്ലതാണ്. ഞാൻ തന്നെ തുടങ്ങിയൊരു സ്കൂളുണ്ട് ചെറുക്കോണത്ത് കൊട്ടാരക്കര. അതിനകത്ത് അന്ന് ഞാൻ പെയിൻ്റ് അടിച്ചിരുന്ന ക്ലാസ് റൂമെല്ലാം പച്ചയാണ് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത്. ഒറ്റ ക്ലാസ് ഞാൻ കിഴക്കോട്ടല്ലാതെ ഇരുത്തിയിട്ടില്ല. കാരണം എനർജി, സൂര്യൻ ഉദിക്കുന്ന എങ്ങോട്ടാണോ അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കട്ടെ. ബോർഡെല്ലാം അങ്ങനെ പണിഞ്ഞ് വെച്ചിരിക്കുന്നത്, കിഴക്കോട്ട് നോക്കിയിരിക്കട്ടെ കുട്ടികൾ. എന്നിട്ട് പച്ച കളർ കൊടുത്തേക്കാൻ പറഞ്ഞു. പച്ച കളർ എന്ന് വെച്ചാൽ ഒരു പ്രകൃതിയുടെ മനോഹാരിതയാണ്. നിങ്ങളുടെ സ്റ്റഡി റൂമൊക്കെ ഒത്തിരി പൈസ ഉള്ളവരും പൈസ ഇല്ലാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൊച്ചുകുട്ടികളല്ലേ, അമ്മയുടെ അച്ഛനും പറയണേ ചെറിയൊരു ബോർഡ് വാങ്ങിച്ചു തരാൻ, തരണം. ശല്യപ്പെടുത്തുന്നേ, ഇക്കിളിയിട്ട് ശല്യപ്പെടുത്ത്. ഒരു ബോർഡ് വാങ്ങിച്ചു തരാം, ചെറിയ ബോർഡ്. എന്നിട്ട് കുറച്ച് ചോക്ക് വാങ്ങിച്ചു തരാൻ പറയാം. ചോക്ക് ചെറിയ ബോർഡൊക്കെ വാങ്ങിച്ചു കൊടുത്താൽ മാതാപിതാക്കൾക്ക് പണി കിട്ടുമെന്ന് എനിക്കറിയാം. അവർ ഭിത്തിയിലൊക്കെ വരച്ചു വെക്കും. ഭിത്തിയിലൊക്കെ വരയ്ക്കട്ടെ, ഞാൻ വേണേൽ ഇപ്പോൾ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്കിയാൽ മതി. എന്താ എൻ്റെ മകൻ വരച്ച് വെച്ചേക്കുന്നത്, അവനവിടെ എല്ലാം കൊണ്ട് സീലടിച്ച് ചിത്രം വരച്ച് ഇതെല്ലാം വരച്ച് വെച്ചേക്കുന്നതാണ്. ബട്ട് ഐ എൻജോയ് ദാറ്റ്. അവൻ്റെ ഒരു സാമീപ്യം എനിക്ക് ഇവിടെ എപ്പോഴും പിടികിട്ടും. അവനോട് ഇല്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം എനിക്ക് പെട്ടെന്ന് പിടികിട്ടുന്നു. ഇവിടെ എല്ലാം വരച്ച് വെച്ചിട്ടുണ്ട്. ഈ സീലെടുത്ത്, എനിക്ക് സ്കൂളിൻ്റെ സീലുണ്ട്, ആ സീലെടുത്ത് അങ്ങ് ടോപ്പ് വരെ പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് അറിയാമോ,
സച്ചിൻ തെണ്ടുൽക്കർ ഏറ്റവും വലിയ കളിക്കാരനായതിൻ്റെ കാര്യം പുള്ളി എവിടെയും ബാറ്റ് അദ്ദേഹത്തിൻ്റെ കരചലനങ്ങൾ അമ്മയാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ അങ്കുലി ചലനങ്ങൾ, അതായത് വിരലിൻ്റെ ചലനങ്ങളാണ് അദ്ദേഹത്തെ അത്രമാത്രം കഴിവുള്ള, അതായത് ഏത് സൈഡിലേക്കും കൈ തിരിക്കാൻ സാധിക്കുന്ന ആളാക്കിയെടുത്തത്. അപ്പം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. മാതാപിതാക്കളോടും കുട്ടികളോടുമൊക്കെ ഞാൻ പറയുകയാണ്, ലോക പരിസ്ഥിതി ദിനത്തിൽ കുഞ്ഞുങ്ങളെ കുറച്ചു നേരം മഴയില്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറക്കിക്കൊണ്ട് പോവുക. കൊച്ചു കൊച്ചു